നമ്മുടെ മക്കൾ ദിവസവും 1 മണിക്കൂറെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്തിട്ടില്ല എന്നെങ്കിൽ അത് അവരുടെ ഫ്യൂച്ചറിനെ എങ്ങനെ ബാധിക്കും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ആക്ടിവിറ്റി വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ ഏറ്റവും ചുരുങ്ങിയത് ദിവസം 1 മണിക്കൂറെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യണം എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. അത് ചെറുതായിട്ടൊന്നും പോരാ, കുറച്ച് കട്ടിയായിട്ട് തന്നെ വിഗറസ് ടു മോഡറേറ്റ് തന്നെ ചെയ്യണം. എന്തൊക്കെ വ്യായാമങ്ങൾ ചെയ്യണം? അദ്ദേഹത്തിന്റെ ക്ഷമതക്കായിട്ട് കാർഡിയോ ആക്ടിവിറ്റീസ് അഥവാ എയറോബിക് എൻഡ്യൂറൻസ് വർദ്ധിപ്പിക്കാനായിട്ട് ഓട്ടം, സൈക്ലിംഗ്, നീന്തൽ, പലതരം ഗെയിംസ് ഇതൊക്കെ ചെയ്യാം. പേശികളുടെ സ്ട്രെങ്ത് ട്രെയിനിങ്ങിനായിട്ട് ബോഡി വെയിറ്റ് ഉപയോഗിച്ചുള്ള വർക്കൗട്ട്സ്, അതുപോലെ തന്നെ വളരെ ഫണ്ണി ആയിട്ട് ചെയ്യാവുന്ന ആനിമൽ ഫ്ലോ വർക്കൗട്ട്സ്, അതുപോലെ ക്ലൈംബിംഗ് പോലത്തെ ആക്ടിവിറ്റീസ് ചെയ്യാം. അതുപോലെ നമ്മളുടെ മക്കളുടെ ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ നമ്മൾ നിർബന്ധമായിട്ട് ഉൾപ്പെടുത്തേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു എക്സസൈസാണ് ബോൺ ലോഡിങ് ആക്ടിവിറ്റി. നമ്മുടെ എല്ലിൻ്റെ ബലപ്പെടുത്താനുള്ള ചാട്ടങ്ങൾ കൂടിയ ആക്ടിവിറ്റീസിനാണ് ബോൺ ലോഡിങ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. സ്ക്വച്ച്, അതുപോലെ സ്കിപ്പിംഗ് റോപ്പ്, ബാഡ്മിൻ്റൺ, ബാസ്കറ്റ് ബോളിലുള്ള ചാട്ടങ്ങൾ അടങ്ങിയ ഗെയിംസ്, ഇതൊക്കെ ബോൺ ലോഡിങ് ആക്ടിവിറ്റീസ് ആയിട്ട് നല്ലതാണ്. അപ്പോൾ നമ്മുടെ മക്കളെ വീട്ടിലിരുത്താണ് പുറത്തോട്ട് ഇറക്കി വിടുക, അവിടെ നല്ല ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുത്തുക, കുറച്ച് കട്ടിയായിട്ട് തന്നെ ചെയ്യിക്കുക. ഈ പ്രായത്തിൽ നമ്മുടെ മക്കൾ എത്രത്തോളം ആക്റ്റീവാണോ അത്രത്തോളം അവരുടെ ഫ്യൂച്ചർ സ്ട്രോങ് ആയിരിക്കും.